ആളുമാറി മറ്റൊരാളെ മർദ്ദിക്കുകയും പ്രതി ചേർക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ ഒരു പ്രതിഷേധ യോഗം നടത്തുവാൻ അവർ തീരുമാനിച്ചു. ചിതറയിൽ പോലീസിനെതിരെ വലിയൊരു പ്രതിഷേധ യോഗം നടക്കുന്നതായി വിവരം കിട്ടിയ കടയ്ക്കൽ പോലീസ് ആളുമാറി അറസ്റ്റ് ചെയ്ത സംഭവം കൂടുതൽ വലുതാക്കാനുള്ള പാർട്ടിയുടെയും നാട്ടുകാരുടെയും ശ്രമം ഉടൻ തടയണമെന്നായി. അതിനായി കടയ്ക്കൽ പോലീസ് വലിയൊരു ജനക്കൂട്ടം പോലീസിനെതിരെ സംഘടിക്കുന്നു എന്ന രീതിയിൽ അവരെ നേരിടാനായി കൂടുതൽ പോലീസ് സഹായത്തിനായി അടുത്തുള്ള ചടയമംഗലം സ്റ്റേഷനിൽ നിന്നും ഒരു ജീപ്പ് പോലീസുകാരെ സഹായത്തിനായി വിളിച്ചു. കടയ്ക്കൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ചടയമംഗലത്തു നിന്നും പുറപ്പെട്ട ജീപ്പ് കടയ്ക്കൽ വഴി വരാതെ എളുപ്പത്തിൽ എത്തുവാൻ കഴിയുന്ന ചിങ്ങേലി വഴി ചിതറയിലെത്തി. എന്നാൽ ചടയമംഗലം പോലീസ് കടയ്ക്കൽ വഴി വരുമെന്ന പ്രതീക്ഷയിൽ അവരെയും കാത്ത് കടയ്ക്കലിൽ നിൽക്കുകയായിരുന്നു. അതിനാൽ തന്നെ ചിതറയിലെത്തുമ്പോൾ തങ്ങൾ മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ എന്ന അബദ്ധം ചടയമംഗലം പോലീസിന് മനസ്സിലായി. പക്ഷേ എന്ത് കാര്യം, വലിയൊരു ജനക്കൂട്ടത്തിന് നടുവിലെത്തിയ 10ഓളം വരുന്ന പോലീസുകാർ ഒന്ന് പകച്ചുപോയെങ്കിലും രണ്ടും കൽപ്പിച്ച് അവർ വന്നപാടെ ലാത്തി വീശി. പോലീസുകാർ ലാത്തി വീശി ആൾക്കൂട്ടത്തെ ഓടിച്ചു വിട്ടതാണ്. എല്ലാവരും ഓടിപ്പോയതും ശരി തന്നെ. പക്ഷേ ഓടിപ്പോയവർ പിന്നീട് തിരിച്ചെത്തി തങ്ങൾക്ക് നേരെ കാട്ടുകല്ലുകൾ എറിയുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിനാൽ അവർ കണക്ക് കൂട്ടാത്ത അതിന് കാരണം മറ്റൊന്നായിരുന്നു. പെട്ടെന്നുള്ള ലാത്തി വീശലിൽ ഭയന്നുപോയ വലിയൊരു ഭാഗം ആൾക്കാരും ഓടിക്കയറിയത് തൊട്ടടുത്തുള്ള LPS സ്കൂളിലേക്കായിരുന്നു. അവിടെ കുട്ടികൾ ചോറ് പാത്രവുമായി നിൽക്കുമ്പോഴാണ് അവർക്കിടയിലേക്ക് ആൾക്കാർക്ക് ഓടേണ്ടി വരുന്നത്. കുഞ്ഞുങ്ങളുടെ ചോറ് പാത്രങ്ങളെല്ലാം തട്ടിപ്പോയതും കുഞ്ഞുങ്ങൾ വീഴാനിടയായതും സ്കൂളിലേക്ക് ഓടിക്കയറേണ്ടി വന്ന ആൾക്കൂട്ടത്തിന് വൈകാരികമായി പ്രകോപനമുണ്ടാക്കി. അവരായിരുന്നു കാട്ടുകല്ലുകളും പെറുക്കിയെടുത്തുകൊണ്ടുവന്ന് പോലീസ് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ എറി തുടങ്ങിയത്. എറികൊണ്ട് പോലീസുകാർ ഭയന്ന് പിന്തിരിഞ്ഞോടി. പക്ഷേ ആൾക്കൂട്ടത്തിന് നടുവിലെ ജീപ്പ് എടുത്തുകൊണ്ടുപോകാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുമ്പോൾ അവർക്ക് രക്ഷയായത് രാജേന്ദ്രൻ എന്ന സ്വകാര്യ ബസ്സായിരുന്നു. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ മടത്തറയിൽ നിന്നും കടയ്ക്കലിലേക്ക് പോകുവാൻ ശ്രമിക്കുകയായിരുന്നു രാജേന്ദ്രൻ ബസ്. എന്നാൽ പോലീസുകാർ ബസ്സിൽ ഓടിക്കയറിയതോടെ ഡ്രൈവർ ഒന്ന് ഭയന്നെങ്കിലും പോലീസുകാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ബസ് മുന്നോട്ട് തന്നെ പോയി. പക്ഷേ പ്രതീക്ഷിക്കാതെ ആൾക്കൂട്ടം ബസിന്റെ മുന്നിലേക്ക് വലിയൊരു പാറക്കല്ല് എടുത്തിട്ടതോടെ ബസിന്റെ ഡ്രൈവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി. എന്നാൽ പോലീസുകാരുടെ അവശതയും ഇനിയും അവർ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ടാൽ അവരാരും ജീവനോടെ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവും ബസ് ഡ്രൈവർ രാജുവിനെ രണ്ടും കൽപ്പിച്ചു ബസ് തടയാനിട്ട വലിയ കല്ലുകൾക്ക് മുകളിലൂടെ മുൻവശത്തെ ടയർ ഓടിച്ചു കയറ്റി മുന്നോട്ട് പോകുവാൻ നിർബന്ധിതനാക്കി. ബസ് സംഭവ സ്ഥലത്തു നിന്നും ഒരു 100 മീറ്റർ പിന്നിടുമ്പോൾ ബസിന്റെ പിൻഗ്ലാസിൽ ചലിക്കുന്ന ഒരു ചിത്രം പോലൊരു കാഴ്ച പോലീസുകാർക്ക് കാണാൻ കഴിയുമായിരുന്നു. അവർ വന്ന ജീപ്പ് ആൾക്കൂട്ടത്തിലെ ചിലർ ചേർന്ന് മറിച്ചിടുന്ന കാഴ്ചയായിരുന്നു അത്. കടയ്ക്കൽ പോലീസ് അറിയിച്ചതുപോലെ ഗൗരവമേറിയ വിഷയം തന്നെയാണിതെന്ന് അപ്പോൾ മാത്രമാണ് ചടയമംഗലം പോലീസുകാർക്ക് ബോധ്യപ്പെട്ടത്.